സാരിയുടുത്ത് വാഴയിലയിൽ ചോറ് വിളമ്പി ജപ്പാൻകാർ. ഓണം മൂഡിലാണോ ഈ രുചിയിടം? സുഷി, ടെമ്പൂറ, റാമെൻ. ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ജാപ്പനീസ് വിഭവങ്ങളാണിതൊക്കെ. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വിഭവങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള പല വിഭവങ്ങളും ജപ്പാൻകാർക്കും ഏറെ ഇഷ്ടമാണ്. പരമ്പരാഗത ഇന്ത്യൻ വിഭവങ്ങൾക്ക് ജപ്പാനിൽ ജനപ്രീതി കൂടി വരുന്നുണ്ട്. ആധികാരിക ദക്ഷിണേന്ത്യൻ ഭക്ഷണ വിഭവങ്ങളും ഇന്ത്യൻ ജാപ്പനീസ് ഫ്യൂഷൻ വിഭവങ്ങളുമെല്ലാം വിളമ്പുന്ന ഒട്ടേറെ റെസ്റ്റോറന്റുകൾ ജപ്പാനിലുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യയിൽ നിന്നുള്ള വിഭവങ്ങൾ ഇന്ത്യൻ രീതിയിൽ തന്നെ വിളമ്പി ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സ്പൈസ് ഫാക്ടറി എന്ന റെസ്റ്റോറന്റ്. ഇൻസ്റ്റഗ്രാമിൽ ഇവിടെ റീൽസ് വൈറലാണ്. ഷെഫായ നകയാമ സാനും പങ്കാളിയായ സച്ചിക്കോ സാനും ചേർന്നാണ് ഈ റെസ്റ്റോറന്റ് നടത്തുന്നത്. വെറുമൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്നതിലുപരി ഇന്ത്യൻ സംസ്കാരത്തെയും രുചികളെയും അതേപടി ജപ്പാനിൽ എത്തിക്കുന്ന ഒരിടമാണിത്. ഇന്ത്യൻ സംസ്കാരത്തിലുള്ള ഇവരുടെ സ്നേഹം എടുത്തു പറയേണ്ടതാണ്. ഇവിടെ എത്തുന്ന ആർക്കും അത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ബംഗാളി, ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾക്കൊപ്പം കാശ്മീരി പിർണി, മുറുക്ക് തുടങ്ങിയ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. നല്ല ഇന്ത്യൻ മസാല ചായയും കിട്ടും. ആയോ ഫിഷ് ബിരിയാണി, ബംഗാളി താലി എന്നിവ ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങളാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇന്ത്യയിൽ ചെയ്യുന്നത് പോലെ വാഴയിലയിൽ ഭക്ഷണം വിളമ്പുന്നു എന്നതാണ്. കൂടാതെ സച്ചിക്കോ സാൻ പരമ്പരാഗതമായ ഇന്ത്യൻ സാരി ധരിച്ചാണ് എന്നും ഇവിടെ എത്തുന്ന അതിഥികളെ സ്വീകരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം ബ്ലോഗറായ സോനം മിത പങ്കുവച്ച റീലുകളിലൂടെയാണ് ഈ റെസ്റ്റോറന്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഇന്ത്യൻ സംസ്കാരത്തെയും രുചികളെയും ഇത്രയേറെ സ്നേഹിക്കുന്ന ഈ ജാപ്പനീസ് ദമ്പതികളുടെ സംരംഭം ഇന്ത്യക്കാർക്കിടയിലും വലിയ തരംഗമായി മാറിക്കഴിഞ്ഞു. കൊൽക്കത്തയിലും ഡൽഹിയിലും റെസ്റ്റോറന്റുകൾ നടത്തിയിട്ടുള്ള പരിചയം നകയാമ സാനുവിനുണ്ട്. ഇന്ത്യയിലെ ജീവിതകാലത്ത് താൻ പഠിച്ച ബംഗാളി പാചക രീതികൾ ജപ്പാനിലുള്ളവർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യൻ കലാരൂപങ്ങളും സംഗീതോപകരണങ്ങളും കൊണ്ട് അലങ്കരിച്ച ഇവിടുത്തെ അംഗത്തളങ്ങൾ ഒരു ഇന്ത്യയെ ഓർമ്മിപ്പിക്കും. ജപ്പാനിലെ ഫുക്കുവോക്ക പ്രവിശ്യയിലെ കസൂഗയിലാണ് ഈ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്.